الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة. അവിടെ ഇതിനെപ്പറ്റി എന്താ പറയുന്നത്? വാക്കിയാൻ്റെ നടന്നുണ്ടാവോ? വഖഫ് ചെയ്യുമ്പോൾ ഹാളുണ്ട്. വാക്യത്തിൽ വാക്കിയ ലൈസ വാക്യാത്ത അതിബാ എന്ന് പറഞ്ഞാൽ നൂറ് മാറ്റിക്കണം. അവിടെ ചേർത്ത് പോകുന്ന അവസരത്തിൽ താഴെയുള്ളത് വാക്കിന് നേരത്തെ സാക്യനായ ഹാളുണ്ട്. അത് മാറിയാൽ എന്തായി? ചിലന്താക്കത് അലിഫായിട്ട് വെക്കും. കുത്തുബയിലും വരുന്നില്ല. എന്താ ഇപ്പൊ പിന്നെ പേശെല്ലാം മതി. ഇപ്പൊ കള്ളാസിൽ നോട്ടീസിന്റെ പുറത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വായിക്കലാണ്. പണ്ടത്തെ പേശെല്ലാം പോയല്ല ഇങ്ങനെ ഇറങ്ങി പറഞ്ഞെടുത്തിപ്പിക്കല്. ഹാഗോടെ തേരിയോടെയും ഉണ്ടോ? അല്ലൊന്നുമില്ല തേരിയോടെയെന്നിട്ട് ഇതാക്കുമ്പോ ഇന്നല്ലാഹന അമറനാ ബിഅംരിൻ ബിനഫ്സി വസന്നാ ബിമലായികത്തിൻ മുസബ്ബത്തി ഖുദ്സി. നിനക്ക് സീറ്റാനിയുണ്ട്. അയ്യ സീറ്റാനി തഖ്താറു വലക്ക. അവിടെ മൊത്തക്കല്ലിമിനെ ജാഗായിട്ടാ പറയുന്നത് ഉച്ചാരണം. സലാത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു തആല ഒരു കൽപ്പന നൽകിയിട്ടുണ്ട്. ആ കൽപ്പന പ്രാവർത്തികമാക്കുന്ന വിഷയത്തിൽ അല്ലാഹ് തന്നെ തുടങ്ങി. ഇത് അല്ലാഹ് സലാത്തിലൊന്നും. രണ്ടാമത് മലായികത്തിനെ കൊണ്ട് രണ്ടാമതായി പറഞ്ഞു. അപ്പൊ അവിടെ എന്തായിരുന്നറിയോ? പദാബി നഫ്സി എന്നാണ് എന്നെ കൊണ്ട് തുടങ്ങിയത് അർത്ഥം കിട്ടിയത്. എന്തിനു മേക്ക് വന്നു? അതുകൊണ്ടാണ് നമ്മളെന്താക്കിയ ഹരീരി മസ്ജിദി ഹീന്ന് ഹാ പറയുന്നതിന്റെ കള്ളിയതാ. നാടാ സാക്കിനായ ഹാളാണ് വേണ്ടതെന്ന് അറിയായിട്ടല്ല, വലിയൊരു കഥ പരിഹരിക്കാൻ വേണ്ടിയാക്കുന്നത്. വജാല റൗളത്തൻ മിൻ റിയാദിൽ ജന്നത്തി ഫീ മസ്ജിദി. ഓക്കെ 1000 വട്ടം ഗുണിക്കണം, 10,000 വട്ടം, അതാ ശരി. പക്ഷെ വിട്ട് കഴിഞ്ഞാൽ എന്താകുമോ? വജാല റൗളത്തൻ മിൻ റിയാദിൽ ജന്നത്തി ഫീ മസ്ജിദി. എനിക്കൊരു പള്ളിയുണ്ട്, ആ പള്ളിയിലാണ് നബിയുടെ റൗള ഉള്ളത് തരും. അങ്ങനത്തെ ഭീമമായ കടവും ഒരബദ്ധവും വരാതിരിക്കാനാണ് എന്താക്കിയാടാ അങ്ങനെ പറയുന്നത്. അതേതുപോലെ പണ്ട് സദഖത്തുന്നു അൽ കാഹിരി റളിയല്ലാഹു അൻഹു ഇസ്മുൽ ജലാലത്ത് തഫ്ഹീം വേണ്ടയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തഫ്ഹീമാക്കുമ്പോൾ ലാമിന്റെ ജലാലത്ത് പോയിട്ടുണ്ടാക്കുമ്പോൾ ലാഗായിട്ടാണ് അയാൾ ഉച്ചരിക്കുന്നത്. അതേ അവസരത്തിൽ തർക്കീക്കും തഫ്ഹീമും ഇസ്മുൽ ജലാലത്തിൽ മാറി മാറി വരുന്ന സാധനമാണല്ലോ. അപ്പം വലിയ അബദ്ധമൊന്നും ഉണ്ടാവില്ല. അത് പിടിച്ചിട്ട് പിന്നെ മൂപ്പറ് ജയിലിലടക്കണമെന്നോ ആമം വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പറ് ഭയങ്കരമായിട്ട് ആക്ഷേപിച്ച്. അതെ, ഇതാണ് മൂപ്പർക്ക് തീരെ വിവരമില്ലാത്ത ആളൊന്നുമല്ല.
ഞാൻ പറഞ്ഞു വരുന്നത് ഇതാ വക്കാത്തിൽ വാക്കിയ ചേർത്തോതുകയാണെങ്കിൽ അത് എപ്പോഴും തന്നെ പറഞ്ഞുകൊണ്ട് ഒരളവോളം പറഞ്ഞാൽ ബാക്കിയുമ്പോൾ തലകൊണ്ട് മനസ്സിലാക്കണ്ടേ. അതിനിപ്പം ഇലക്ട്രോണിക് സാധനം ഇപ്പം പഠിക്കുന്നത് അതൊന്നും അക്ഷരാകൃതി ഞങ്ങൾ തീരെ അനുവദിക്കില്ല. മനുഷ്യൻ്റെ അക്കലോട്ടാണ് പഠിക്കേണ്ടത്, യന്ത്രം കൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്താ ഈ മൂപ്പർ അധിക ക്ലാസ്സുകളും റിക്കാർഡ് ചെയ്യപ്പെടാതെ കൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയും. ഓർമ്മയുള്ള ചില ആളുകളും രഹസ്യമായിട്ട് ഏതോ ഓർക്കാൻ പുറത്തെടുത്തതല്ലാണ്ട് പുറമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയും. എന്താണ് ഇപ്പോഴത്തൊക്കെ വേണ്ടെങ്കിൽ ആരെങ്കിലും കിട്ടിയെങ്കിലാട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ വെക്കാം. ഫോട്ടോ കൊടുക്കുന്ന കോളേജിൽ എന്താണ് പേപ്പർ കിട്ടാമല്ലോ മിനാട് ഓപ്പണാക്കിയിട്ട് ഉറങ്ങിയില്ലേ? ഉറക്കല്ല നമ്മ കണ്ടല്ലേ എരുമ്പത്തെ പായത്തോട്ടം പോലെ ആയിട്ടില്ലേ ഊരാനഞ്ചി? എരുമ്പത്തിനൊരു പായത്തോട്ടം നല്ലൊരു കാറ്റടിച്ചാലേ എല്ലാം കുറുക്കാൻ ശ്രദ്ധിതലായിരിക്കും. ഞാൻ വെച്ച് കേക്കും കെട്ടി വന്നേക്കും. സാധാരണ ഉറക്കാന്ന് അപ്പൊ ചേർത്തോലുകയാണെങ്കിൽ താ വായിക്കണം, അല്ലെങ്കിലോ സാക്കിനായ ഹാ വരും. ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടാക്കാം. കുറേ കൊല്ലായി നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും മനസ്സിന് സമാധാനത്തിന് ഒരാൾക്ക് 10 തിരിഞ്ഞെങ്കിൽ അതൊരു കാര്യമായിരിക്കുമല്ലോ. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة. أحكام اللمبلو إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم. സമ്പത്തിനുള്ള സൂറത്താണ് ശരിക്കും പറഞ്ഞാലില്ല. മനുഷ്യന്മാരെ ബോധിക്കല്ലാത്ത ചിലപ്പോൾ അനുകൂലിച്ചു കൊടുക്കുമല്ലോ. എന്താണ് ഫക്കർ ഫാക്കത്ത് ദാരിദ്ര്യം ഞാൻ മുറ്റത്ത് കൂടി കടന്നു പോകില്ല എന്നാണ് സൂറത്തുൽ വാഖിഅയുടെ ഫളായില് ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പം എല്ലാം തലട്ടടിക്കുന്ന സമ്പത്ത് സമ്പത്തെന്നു. പക്ഷെ അവിടെ വേറൊരു വിഷം ചേർന്നിട്ടുകൊണ്ടാണ് ഈ സമ്പത്ത് നടക്കാത്തത്. കാരണം കുറേ ഇടത്തിൻ്റെ ശാപം വാങ്ങി വെച്ചിട്ടുണ്ട് ഇടുന്നു. അങ്ങനെയല്ലേ മാൻ ചെയ്തിട്ടേ എന്ന് പറഞ്ഞാൽ മകളോമ്മൻ്റെ ദുബായിലിടക്ക് എന്തില്ല, ഹിജാബില്ല, വലുക്കാന കാഫിലെന്ന. കാരണം മകളോമ്മനെ സഹായിക്കാൻ എൻ്റെ കടമയാണെന്ന് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താക്കും, ഇതിൻ്റെ ബൈത്തുൽ മാലിലെ പൈസ കൊടുക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ കൊടുത്തല്ല, എനിക്ക് കൊണ്ടായിരുന്നു മുമ്പ് കൊടുക്കും. എന്നെ കാണാൻ അർഹതപ്പെട്ട ഫക്കീർ മിസ്കിന്മാർ വേറെ ഓർക്ക് കൊടുത്തു. അവസാനം പറഞ്ഞ നിങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങളെ മക്കൾ കൊടുത്തേ, പമ്മക്കല്ല പാവങ്ങൾ പമ്മക്കും വേണ്ട. എന്താ അങ്ങനെ അത്ര അറിയാം? ഞാൻ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യമോ ഫഖറോ ഫാഖത്തോ ബാത്തും കൂടി അടുക്കൂല. അപ്പൊ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കേണ്ടത് അല്ല, നിങ്ങളെ പേശിനെ നോക്കേണ്ടത്. വാങ്ങൂല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹിക്ക് ഞാൻ കൊടുക്കായിട്ടല്ല മാങ്ങായിട്ടാണ് നിങ്ങൾ സാക്ഷിക്കണേ. അത് മൂപ്പർ നീതി. അബ്ദുല്ലാഹിക്ക് കൊടുത്തിട്ടില്ല എന്നൊന്നല്ല. മൗലാൻ ഇരുട്ടി നിൽക്കുമ്പോഴും മൗലാർക്ക് അത്യാവശ്യം
കടങ്ങേറി മൂടിയിട്ട് ഇനി ആത്മഹത്യ മാത്രമേ ബാക്കിയുള്ളൂ, ഏതെങ്കിലും മദ്ഹബിൻ്റെ കൗലിലോ ഒജിലോ ആത്മഹത്യ ജായിസാണ് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞിരുന്നു. നമ്മൾ ആത്മഹത്യ ചെയ്യൽ കുറച്ച് കഴിഞ്ഞിട്ടാക്ക. ഒരു കാര്യം പറയാം, 1100 വട്ടം ഇതാ വക്കയത്തിൽ വാക്കയത്തിൽ തെറ്റുകൂടാണ്ട് പോത് അത് തീർന്നതിന് ശേഷം നമുക്ക് പടവല ചെയ്യാം. അടുത്തതും ഒക്കെ തീർത്ത് ഇതാ വക്കയത്തിൽ ഇല്ലാതെയായിരുന്നു. അതിന് മറുപടി വന്നത് പൈസ കൊടുക്കാനുണ്ടാണ് കുറേ ആൾ വേണ്ട പൊരുത്തപ്പെട്ടിരുന്നു. കുറച്ചാൾ എന്താക്കി റിഡക്ഷൻ ചെയ്തു, പകുതിയും മുക്കാൽ ഭാഗമല്ല. കുറച്ചാൾ പറഞ്ഞേക്ക് കിട്ടുമ്പോൾ ജീവിതത്തെ എപ്പോഴും തന്നാൽ മതി എന്ന് അവധിയും കൊടുത്തു. ചുരുക്കത്തിൽ 1 കൊല്ലം കൊണ്ടെല്ലാം തീരുകയും ചെയ്ത് പുതിയ പൊരിയെടുത്ത് ഉമ്മാനെയും കൂട്ടി ഹജ്ജിനും പോയി. നല്ല നിലക്ക് തന്നെ ഇമാനോട് കൂട്ടി. എന്നാലും നമുക്കെന്താണ് ഓതിട്ട് ഇത് ആ മെച്ചമില്ലേ അടുത്തേക്ക് പോയി കൊടുത്തേ ആ മത്തിച്ചപ്പിൽ കെട്ടിയിട്ട്. ഇതാ കുലുമാല് ഹസ്ബുള്ള ഹസ്ബെന്ന സാധനം എന്താണ്? ഹസ്ബുള്ളവരെല്ലാം മടിപ്പഞ്ചല്ലോ, ഞാനിവിടെ തന്നെ ചെല്ലിക്കാൻ വിട്ടു. അപ്പൊ അള്ളാനെ കൂടെ പൊളിച്ച ചീത്തയാ പറഞ്ഞത്. ഈ തിന്നാൻ വേണ്ടി ഒട്ടകങ്ങൾ പോലെ തിന്നാതാണ്ട് ഇങ്ങനെ പിഞ്ഞളിന്ന് കാരൊക്കെ ഇല്ലേ, ചപ്പുകാരൊക്കെന്നാണ് മലപ്പുറം ഭാഷയിൽ പറയില്ലേ. പക്ഷെ അതാണ് അള്ളാഹിപ്പം ഇയാളെ ഭർത്തത്തിലുണ്ടായിട്ട്. പാട്ടുണ്ട് ഹഷഫ്. അതാണ് ഇപ്പം അള്ളാഹിപ്പം പറഞ്ഞു വന്ന ഫീലിൽ ഇത് ഗുണം കിട്ടൂല എന്ന് അതിന് ചെയ്തിട്ടില്ലല്ലോ. ഇന്നാളെ ഒരുത്തനെന്തല്ലോ വരെ തന്നിട്ട് എന്നോട് മന്ത്രിക്കാലം വന്നിട്ട് പോയിന്ന് വേറൊരാളറിഞ്ഞ്. അയാൾ പറഞ്ഞ് ഉസ്താദേ നീങ്ങി ഇന്നെങ്കിലും മന്ത്രിക്കാൻ പോയി എന്ന് അറിഞ്ഞല്ല. ഞാൻ പറഞ്ഞു തോന്നപ്പോൾ ഓനിക്ക് മന്ത്രിക്കലല്ല എന്താക്കലോന്ന് എഴുതിയില്ല. എന്താണെന്നറിയോ, ഞാൻ ബൈരം തീയും കൊണ്ടിട്ട് ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് എൻ്റെ ശരീരത്തിൽ ഒഴികെ വേർപ്പിൻ്റെ ബാക്കി എനിക്ക് പൈസ തരാനുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ പോറ്റാൻ എന്തെങ്കിലും വിഷമം പോറ്റാനേ വേണമെന്ന്. എൻ്റെ വേറെ പോയതിന് കണക്കില്ല, പൈസ കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മന്ദിച്ചാലും മന്ദിച്ചോ അത് മാറൂല. ഗവർണം മദ്ലൂമിൻ്റെ വയസ്സിനുണ്ട് ഉള്ളിൽ. ഒരാളോത് അപ്പം ചോദിക്കും കടമ്പൂടനെ പൈസ ഇട്ടാൻ സൂറത്തിലാക്കി ഓതാൻ പറ്റുമോ? അത് പണ്ടേ തീരുമാനിക്കണോ, അത് ഇഖ്ലാസിനെതിരാകോ ഇല്ലയോ എന്ന്. അത് നമ്മൾ ഇമാമിങ്ങൾ ചർച്ച ചെയ്തു. ആകെ ചർച്ച ചെയ്തിട്ട് എന്തെന്ന് അക്കലായിട്ട് വരി വെച്ചാൽ ഒന്നിക്ക് അള്ളാഹിനോട് തേടും, അല്ല പടപ്പിനോട് തേടും. മൂന്നാമത്തൊരു ഇനി അക്കലിലുണ്ടോ ഇല്ലയോ? ഒന്നയ്ക്ക് ഖാലിക്കിനോട് തേടും, അല്ല മഖ്ലൂക്കിനോട് തേടലല്ലേ. ഈ തേടപ്പെടുന്ന സാധനം ഒന്നിക്ക് മുന്തിയതായിരിക്കും, അല്ലെങ്കിൽ തണതായിരിക്കും. മൂന്നാമത്തൊരു ഇനിണ്ടാ. അപ്പൊ ആഗ്രഹം കുടിച്ചാൽ എത്ര കിട്ടും? 4. അപ്പൊ എന്താക്കി പടച്ചോനോട് മുന്തിയത് തേടിയ ഇഖ്ലാസ് തന്നെ. ഒരിനം തീർന്ന പടച്ചോനോട് തണ തേടിയാൽ പടച്ചോനോടായത് കൊണ്ട് ഇഖ്ലാസിന്റെ ചെറിയൊരു അംശമുണ്ട്, ചോദിച്ചത് തണതായത് കൊണ്ട് കുറച്ച് കോട്ടമുണ്ട്. അപ്പൊ ഇപ്പൊ പടച്ചവനോട് കടം പൊട്ടി തരാൻ ചോദിച്ചത് സ്വർഗത്തിനെ അള്ളാഹിന്റെ നിയമത്തിലേക്ക് ചോദിക്കുന്നതിനേക്കാൾ കുറച്ച് താണതാണ്. അപ്പൊ ഇഖ്ലാസ് ഒറ്റപ്പോയിട്ടില്ല. ഇനി എന്താ ഉള്ളത്? പടപ്പിനോടല്ലേ, പടപ്പിനോട് മുന്തയും ചോദിച്ചൂടാ താണയും ചോദിച്ചൂടാ, അല്ല ഇഖ്ലാസിനെതിരാണ്. സ്വർഗം ചോദിച്ചൂടാ, മറ്റും ചോദിച്ചൂടാ, അത് ഇല്ലാതായിട്ട് പോയില്ലേ. അപ്പം ഈ 50% ഇഖ്ലാസിന്റെ പുറത്ത് പോയിരിക്കുന്നു. ബാക്കിയുള്ള 25% നമ്പർ 1ഉം 25% എന്നിട്ട് നമ്പർ 2 പോയി. സംഗതി തീർന്നു. ഇനി ബാക്കി നിങ്ങൾ അക്കനോട് ആലോചിച്ചിട്ട് അക്കനും കുറച്ച് പണിയെടുക്കട്ടെ. ചിലപ്പോൾ മുടി കൊച്ചിലൊക്കെ ഉണ്ടാവും, നമുക്ക് നല്ല എണ്ണയിൽ ഉണ്ടാക്കാം. അല്ല അക്കനെയായിട്ട് ഹസനായാലിപ്പോ
സുന്നത്തുൻ ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. പാരഗ്രാഫേ അപ്പം ഇതിന് കടംപെടുന്നൊന്നും കാണുന്നില്ലല്ല. അപ്പം ഞാൻ വന്ന ആളായി 3 തായ്പത്തുണ്ടാവും ഓരോരുത്തരങ്ങളിൽ ഇതെല്ലാം ഉണ്ടെന്ന്. നാളെ ഒരു ചങ്ങാനോട് കണ്ടെത്തപ്പോൾ അയാൾ ഇതിങ്ങനെ ഓതി പരിശോധിച്ചു. അയാൾ അറിയാൻ വെച്ച് നോക്കിയും പറഞ്ഞ് അതിന് കടംപെടുന്ന വിഷയമൊന്നും പോയിട്ടില്ല. കാരണം നിങ്ങൾ പറഞ്ഞ ഹദീസ് ആരുണ്ടാക്കിയതല്ലോ, അത് ശരി ഞാൻ കെട്ടിയുണ്ടാക്കിയതാ, ഒരു മുനാസബത്തും കാണുന്നില്ല. അപ്പോൾ അവിടെ തെറ്റുപറ്റിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചില നിർദ്ദേശങ്ങൾ അഖിലിലേക്ക് കൊടുത്താൽ അതിൻ്റെ കാര്യകാരണ സഹിതം അഖിൽ ചിലപ്പോൾ സ്ഥാപിച്ചെടുക്കും. അങ്ങനത്തെ ഒരു ഇനുണ്ട്. ചില ഇനം നബിതങ്ങൾ പറഞ്ഞത് സമയനാവാത്തന നബിതങ്ങളായതുകൊണ്ട് അതിന് ചോദിക്കും അന്ധമായി അന്ധമല്ലോ നബിതങ്ങൾ റസൂലാണെന്ന് അത് അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്ധമാകലി അത് നിങ്ങൾ അക്കലോട് ചിലവാക്കിയാൽ കിട്ടൂല. അങ്ങനെ അംഗീകരിച്ചോളൂ. ഞാൻ ചോദിക്കട്ടെ, ജംറയിൽ പോയിട്ട് കല്ല് പറിച്ച് അല്ല അതൊന്നും മിനയിൽ കല്ലും പറക്കിയിട്ട് അവിടെ 7 വട്ടം എറിഞ്ഞിട്ട് വന്നാൽ ദോഷം പുറത്ത് എന്ന് പറയുന്നത് എന്താ മുനാസമത്ത് പറഞ്ഞിട്ടൊന്നും അതും വലിയ കുട്ടക്കല്ലല്ല, കടലിൻ്റെ വലുപ്പത്തിലുള്ള കല്ല് എണ്ണ എറിഞ്ഞു വന്നാൽ അതങ്ങനെ തന്നെ ആയിട്ടില്ല, അങ്ങോട്ട് ആയും ചെയ്യില്ല. സമയം തെറ്റിയാലും പറ്റില്ല, എണ്ണം കുറച്ചാലും പറ്റില്ല. ഇതിൻ്റെ മുനാസമത്ത് പറഞ്ഞിട്ടൊന്നും സ്വബീസ്കാത്തറൊക്കെ എത്താൻ മഗ്‌രിബോ എന്തുകൊണ്ട് സ്വബഹി 3 മഗ്‌രിബ് 2 ആയിക്കൂടാ? അക്ഷരത്തിനകത്തല്ല അല്ലേ? എന്തുകൊണ്ട് അക്ഷരം 3 ആയിക്കൂടാ? ചോദ്യമില്ല. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അള്ളാഹുവിൻ്റെ റസൂല അന്നെന്താണോ അത് പറഞ്ഞത് അങ്ങനെ തന്നെ വരും. അനുസരിക്കണം, മനുഷ്യൻ്റെ അനുസരിച്ചോളാം. അപ്പം ചിലതിൻ്റെ മുനാസബത്ത് നമുക്ക് കിട്ടൂല. അതിന് ഉദാഹരണമായിട്ട് അർദാലി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഹജ്ജിൻ്റെ അക്കാമുകൾ എന്താ തുണിക്കുമ്പോൾ കന്തൂറിലിട്ട് ഹജ്ജ് ചെയ്താലും കേവലാണ്ടി പോകുമോ? അതിന് ഇതെല്ലാം കഴിച്ചു മാറ്റിയിട്ടാക്കുന്നത്. എല്ലാവർക്കും ചായ വേണം ചൂടാണെങ്കിൽ അത് അർദാലി ഇമാം ഒരു ഉദാഹരണം പറയലുണ്ട്. ഒരുത്തന് കണ്ണ് പോച്ചലെടുത്തിട്ട് ഡോക്ടറെടുത്ത് പോയല്ലോ, വൈദ്യരെടുത്ത്. അന്ന് നാടൻ വൈദ്യരല്ലേ. ഇന്ന മരുന്നെല്ലാം അരച്ചിട്ട് ഇതാക്കിയിട്ട് ഉള്ളം കാലം വെച്ചിട്ട് അഞ്ഞിയും വെച്ചിട്ട് ബെൽക്കി കെട്ടുക. എനിക്കൊന്നു വാട്ടെ വൈദ്യുതി ചെയ്യുക. നിങ്ങളെന്താ പഠിച്ചത്? ഞാൻ കണ്ണ് രോഗത്തിനാണ് വന്നിരിക്കുന്നത്, ഉള്ളം കാലിനല്ല രോഗം. പക്ഷെ ഉള്ളംകാലം വരെയുള്ള പ്രത്യേക ഞരമ്പ് തലയുമായിട്ടും കണ്ണുമായിട്ടും അടിയെല്ലാം ബന്ധിച്ചതും അത് മനസ്സിലാക്കാൻ ഇവർക്ക് ചെയ്യാത്ത ഇവരെന്തിനും ചോദ്യം ചെയ്തിട്ടുണ്ട്. സ്വന്തം വാക്യമൊക്കെ കടമ്പെടുന്നൊന്നും കണ്ടില്ല പോലും. അപ്പൊക്കെ എന്തായി അധിവാസം ചെയ്ത പ്രാവിനെ പറ്റി തെറ്റിദ്ധാരണയായി
ചുരുക്കത്തിൽ ഒരു മെന്റൽ രോഗം ഇത്. അതിന് മരുന്നില്ല. അല്ല പറഞ്ഞില്ലേ ജീകുലബിയും മറന്നു, മറന്ന കൽബിലുണ്ട് എന്ന് പറഞ്ഞൊരു മറന്നുകൊണ്ടൊരു കൽബുമുണ്ട്. അതിന് ആസ്പത്രി ഇല്ലാന്നേ ഉള്ളൂ. ബോഡിക്ക് ആസ്പത്രി ഉണ്ട്, ഓട്ടോമൊബൈൽ ഒന്നില്ലേ, മനുഷ്യന് യാത്ര ചെയ്യാനുള്ള വാഹനമാണേത്. അവിടെ പല സാധനങ്ങൾ പാട്ടും എല്ലാം കിട്ടും, അതിനനുഭവിക്കേണ്ട എണ്ണയും കിട്ടും, നെയ്യും കിട്ടും, എല്ലാം കിട്ടും. അതേതാണ് മനുഷ്യൻ്റെ വാഹനം. കുറച്ചൊക്കെ അപ്പുറത്തെ ആസ്പത്രി ഉണ്ട്, അവിടെയുണ്ട്. എന്ത് ഈ വാഹനം നന്നാക്കാനേ. ഇതൊരു ഓട്ടോമൊബൈലാണ്. അപ്പോൾ രണ്ടാസ്പത്രിയായി. ഇതിൻ്റെ ഉള്ളിലൊരു യാത്രക്കാരനുണ്ട്, അതിൻ്റെ ആസ്പത്രി എടുത്തോ. അല്ല പറയുന്ന ആടെ രോഗമുണ്ട്. പക്ഷേ ജസദേഹം മറന്നൊന്നും അല്ല എവിടെയും പറഞ്ഞിട്ടില്ല. പുലോബിയും മറന്നാ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആസ്പത്രി എവിടെയാണ്? അതിൻ്റെ മരുന്ന് എവിടെ? അതിൻ്റെ ഫാർമസി എവിടെ? അതിൻ്റെ ഗുളിക എന്താണെന്ന്, മരുന്ന് എന്താണെന്ന്, അരിഷ്ടം എന്താണെന്ന്, കഷായം എന്താണെന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ എന്താ ചിന്തിക്കാത്ത കുറേ ആളുണ്ടല്ലോ നാട്ടിൽ. ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ, ഇത്ര എന്തെല്ലാം സാധനങ്ങൾ. എന്താ പറഞ്ഞാൽ രോഗം കൽപ്പിലാണ്. അള്ളാഹുണ്ടല്ലേ ഷിഫാലിമാഫിസുദൂരി നേരത്തെ വന്നില്ല. കൽബില വന്ന രോഗത്തിന് ഇതാ ഷിഫ ഇറക്കിയിട്ട് നീ ഒന്നുകൂടി മരുന്ന് പിടിക്കുന്നില്ല. മരുന്നില്ലാത്തല്ല. وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين. إن بقينا نقول ثلة من الأولين وثلة من الآخرين وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون أو آباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم فشاربون شرب الهيم
هذا نزلهم يوم الدين نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون أأنتم تخلقونه أم نحن الخالقون نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون تزرعون أولين قلقلت إلا أأنتم تزرعونه أم نحن الزارعون അപ്പോൾ കൃഷി ഉൽപാദനം ഉണ്ടാക്കാനുള്ള ഹർസ് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അഫറഅയ്തും മാ തഹ്റുസൂൻ എന്ന തഹ്റുസൂനെ ഫായിലാന നിങ്ങളെന്നല്ലേ അല്ലേ? എന്നിട്ട് ചോദിക്കുന്ന അഅൻതും തസ്റഊനഹു അല്ല സറഅ നിങ്ങൾക്കാണോ? സറഅ നമുക്കില്ല. സറഅ വിത്തിട്ട് അത് മുളച്ച് അതിൻ്റെ അരിയും കൊമ്പൻ ചാലം പറുക, വേര് തൈലേക്ക് ഓടുക, അതിന് വിത്തും എന്താണ് വളവും വെള്ളമെല്ലാം വലിച്ചെടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് എന്താക്കുക സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് ഫോട്ടോസിന്തസിസ് ഉപയോഗിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യും. ഈ വളം വെച്ചെടുക്കൂ, ഇത് നേരെ ഇവിടുന്ന് ഇലയിലേക്കാണ്. ഇലയിനത് പാകം ചെയ്യണമെങ്കിൽ എന്താക്കണം, അതിൻ്റെ ഇലയുടെ പച്ച കളറുണ്ട് അതിനുള്ളിൽ, അതെല്ലാം ഉപയോഗിച്ച് സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് അത് ഭക്ഷണം പാകം ചെയ്തിട്ടാണ് രണ്ടാമത് കഴിഞ്ഞ് തടിയിലേക്ക് വിടുന്നു. അത് കീറി നോക്കിയാൽ നല്ല തേനൊലിക്കുമ്പോൾ ഒരു സാധനം കാണാം, പാചകം ചെയ്ത ഭക്ഷണം. പണ്ട് എണ്ണക്കൊണ്ടൻ്റെ അപ്പിച്ചീന്ന് പറയല്ലേ അല്ലേ? പശയാക്കാൻ ഉപയോഗിക്കുന്ന ഇതെന്താ സാധനം? എൻ്റെ മിരട്ടിട്ട് കൊടുത്ത വളം വലിച്ചിട്ട് പാചകം ചെയ്ത ഭക്ഷണം ഇത്. ഇതിൻ്റെ പണിയാരാ നടത്തുന്ന വെച്ച് എന്നിട്ട് അതെല്ലാം പെട്ടല്ലോ. നിങ്ങെന്താക്കും? കുറച്ച് ഭൂമി വാങ്ങിച്ച് കൈക്കോട്ടെടുത്തിട്ട് കിളക്കും, അതിൻ്റെ വേരും കച്ചറെല്ലാം കളയും. അതാ ഹരസ്. ബാക്കിയോ അതുകൊണ്ട് അതാ ചോദിച്ചു ആന്തും തന്തുറാണോ സെറ നിങ്ങൾക്കാണോ? അല്ല അം നെഹ്നു സാരിയോ അല്ല സാരി നമ്മളാണോ? എന്താ ചോദ്യം? അതിങ്ങനെ മഹാത്തമായിട്ട് നമ്മളോട് മുഖ്യമില്ലായിട്ട് ചോദിക്കുകയാണ്. അഫറഅയ്തും മാ തഹ്റുസൂൻ. അവൻ മനുഷ്യന്മാർ അല്ലാഹു തആല ബഹുമാനിച്ചെന്താന്ന് വെച്ചാൽ അവൻ്റെ ഇഖ്തിയാരിയായ ചില പണികൾ കൊടുത്തിട്ട് അതിൻ്റെ കുവ്വത്ത് കൊടുക്കേണ്ട അല്ല തന്നെയാണ്. ഇന്നല്ലാക്ക് ഇന്നാക്കി കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആക്കിത്തരാം. ഒരു കരാറുണ്ടെങ്കിലേ. ഹരസ് എന്ന് പറഞ്ഞാൽ ഏതാന്ന്? മറ്റേ സുലൂക്കാന്ന്. എന്നല്ല എൻ്റെ ജതുബാന്ന്. അപ്പോൾ ഹരസ് ചെയ്തിട്ടുണ്ടാക്കേണ്ട സാധനം ദുർപേക്ഷ വരുത്തിയാൽ ദർഹ മുഖേന എന്താകൂല ഉൽപ്പാദനം നന്നാക്കി അന്നാക്കി ചെയ്യുമല്ലോ എന്നല്ല, ആക്കി തരൂല. കാരണം നിങ്ങൾ മുണ്ടാതിരുന്ന് അതേ സ്ഥലത്തിൽ കമ്മ്യൂണിസ്റ്റ് ആടോ വന്നക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു പണി എടുക്കണ്ടല്ല. ഇല്ലല്ല അല്ല, ഹക്കീകത്തം പറഞ്ഞാൽ ദാരിയ മനുഷ്യനല്ല. അതേസമയം ഹാരിസ് എന്ന് പറയുകയും ചെയ്യാം. കാരണം തഹ്റുസൂന അതിനെ നമ്മിലെന്താ അന്തും. പക്ഷെ അതിൻ്റെ ഹാലും കുമ്പത്തും കിട്ടണമെങ്കിലും പുറത്തുനിന്ന് കിട്ടൂല, ഇവൻ്റെ വക്കലുമില്ല. ആക്കാം ഇനി സെറയിൽ നിന്നൊന്ന് ആർസ് ഇല്ലാണ്ട് സെറ ഉണ്ടായിക്കൂടെയുമില്ല. ഇപ്പം അങ്ങാടി മറിച്ച് വളർന്ന് കാടും പറഞ്ഞ് ആരും വളമിട്ടിട്ടില്ലല്ല. അപ്പം അതിൻ്റെ പിന്നെന്തല്ലോ രഹസ്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പം കെട്ടയക്കാനുള്ള സമയമല്ല. ഇപ്പം കെട്ടയക്കണ്ടെന്നാണ് ഓർഡറുള്ളത്. ദാരിയെന്ന് ഭാഷാതത്വമാണെങ്കിൽ ഒരു പറച്ചിൽ പറയാനേ ഉള്ളൂ. സെറയിൻ്റെ ഹക്കീക്കത്ത് പറഞ്ഞാൽ മനുഷ്യനിക്ക് സാധിക്കുന്ന കാര്യമല്ല. നിങ്ങളല്ലേ പറയില്ല, അപ്പം വ്യാജാവൂലേ?
അതപ്പുറം പറഞ്ഞ ലൗ നശാഉ ലജഅൽനാഹു ഹുഖാമൻ ഫളൽതും തഫക്കഹൂന ഇന്നാ ലമുഗ്റമൂൻ. കണ്ടോ? ചിലപ്പോൾ എന്താവും, നമ്മൾ വിചാരിച്ചാൽ ഉദ്ദേശിച്ചാൽ ആ ചെറു അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് എന്താക്കും, അത് ഹുത്താമാക്കി മാറ്റും. അന്നേരം എന്താക്കും, വിത്ത് നഷ്ടം വന്നു, പണിക്കൂലി നഷ്ടം വന്നു, എല്ലാം കൃഷിനാശം വന്നു, അതുകൊണ്ട് പകരം തരണോന്ന് ഫളൽതും തഫക്കഹൂന ഇന്നാ ലമുഗ്റമൂൻ. നമ്മൾ കടബാധ്യസ്ഥരായിപ്പോയി, കഷ്ടപ്പാടായിപ്പോയി നിങ്ങൾ പറയാൻ തുടങ്ങില്ലേ? ഇവിടെ നഷ്ടമായി. അതും നടക്കാം. ഇല്ല, നിങ്ങൾ തന്നെ ആക്കിയ പോലെ. ഞാനങ്ങനെ ചിന്തിച്ചു നോക്കി എന്തെല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു സപ്പോർട്ട് ഉണ്ടാക്കാൻ നമ്മളെ പണി എന്താന്ന് പറയട്ടെ, നല്ല പഞ്ചാരയിലിട്ടിട്ട് പെറുത്ത സപ്പോർട്ട അല്ലേ? ഇതിൽ നമ്മളെ പണി എന്താ? ഈ സപ്പോർട്ട നമ്മുടെ ഗെയിമിലെത്താൻ നമ്മൾ എടുത്ത പണി എന്താന്ന് നല്ലൊരു ഭൂമി ഉണ്ടാക്കി എന്നിട്ട് അപ്പൊ സപ്പോർട്ട് ആയാ അത് നമ്മളെ മുമ്പിലേക്ക് സപ്പോർട്ട് എത്തി. ഇനി ചിലപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ വേറെ ഒന്നും എത്തി അല്ലേ? അതേ അവസരത്തിൽ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ മാറ്റം കഴിക്കാത്ത? ലഡുവിലെന്തെല്ലാം ചേർക്കല്? അതെല്ലാം ചേർത്തിട്ടാക്കാൻ അന്നത്തെ പഞ്ചാരൊന്നുമില്ല. സപ്പോർട്ടൊക്കെ ഇടാൻ പഞ്ചാര ഉണ്ടെങ്കിൽ കോക്കത്താ മാങ്ങക്ക് പഞ്ചാര ഇട്ടിട്ടെല്ലാം ഞാൻ മതിലേറി പോയിട്ട് നമ്മൾ വെള്ളം വീത്തിലാണ് കുടിച്ചത്. ആ പഞ്ചാര ഇവിടെ ഇട്ടൂടെ? അപ്പോൾ ഒരു ലഡു നിങ്ങൾ ഉണ്ടായിക്കോന്ന് സപ്പോർട്ട് ഞാനാക്കി തരാമെന്ന് വേണ്ടി എന്താ? എന്തുകൊണ്ട് നമുക്ക് സപ്പോർട്ടാക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ടാന്ന് ലഡു ആക്കി തരുന്നില്ല? ഈ ഹിക്മത്ത് കണ്ടെത്തും. അല്ല, ഇവിടെ കാഴ്ചക്കൊരു താമ്പാതിരി തമ്പരാൻ മതിയുണ്ട്. അതിന്റെ ഉത്തരമില്ല. അല്ലാതെ നിങ്ങൾ പിറകെ ആലോചിച്ച് കണ്ടുപിടിച്ച് നോക്കി. ഞാനിങ്ങനെ വിട്ടുതരാന്നല്ലാണ്ട് ചിന്തിക്കാൻ നിങ്ങളെ പണിയല്ലേ? അപ്പൊ കൊത്തലും കോരലും എല്ലാം തന്നെയാണ്. JCB ഇളക്കി കൊടുക്കും, ലോറി കൊണ്ടുപോയിക്കൊള്ളും മണ്ണ്. JCB മണ്ണ് കടക്കൊണ്ടിട്ട് തരൂല, ലോറി ഇളക്കി തരികയും ചെയ്യില്ല. JCB ഉണ്ടാക്കും, ഇങ്ങനെ ആക്കി തരാം, ലോറി കൊണ്ടുപോയി പോയിക്കോളും. അങ്ങനെന്തല്ലോ ഹക്കായിക്ക് പറയണം. അന്ന് പറഞ്ഞു കണക്കിലറിയപ്പോ എന്ന് പറയും. എന്താ എല്ലാം ചോദിക്കുന്നതല്ലേ? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. കുടിക്കുന്ന വെള്ളമല്ലേ ചോദിച്ചത്? ക്ലാസ് അടുത്ത് വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. കുടിക്കുന്ന വെള്ളം ഒന്ന് നോക്ക്. മേഘത്തിൽ നിന്ന് നമ്മൾ ഇറക്കിയതോ നിങ്ങൾ ഇറക്കിയതോ? ഉത്തരം പറയണമെന്നാണ് അല്ലാഹുവിന്റെ വെല്ലുവിളിയാണ്. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അല്ല, ഒന്നുകൂടി ഉത്തരം കണ്ടേ? നഹ്നു ലൗ നശാഉ ജഅൽനാഹു ഉജാജാ. അത് കുടിക്കാൻ പറ്റാത്ത തരത്തിലാക്കാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. കുടിച്ച് നോക്കുമ്പോൾ നമുക്ക് ബായിക്ക് രുചിയില്ല, ബായിക്ക് വെച്ചുകൂടാ, ഉജാജായിപ്പോയി. അൽമും ഫുറാത്തും മിൽഹുൻ ഉജാജ്, രണ്ട് വെള്ളമുണ്ട്. കുടിക്കാൻ യോഗ്യമല്ലാത്ത വെള്ളമുണ്ട്, അതാ ഉജാജ്. അൽമും ഫുറാത്താണ് കുടിക്കാൻ പറ്റുന്നത്. വെള്ളം കുടിച്ചാൽ കിട്ടുന്ന എന്തെല്ലാം അതിൻ്റെ ഘടകങ്ങളുണ്ടോ അതെല്ലാം അതിലുണ്ടാവും. ഉജാജിൽ അഴിക്കേണ്ടൊന്നും ഉണ്ടായില്ല. ആ വെള്ളം ഉജാജാക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് കുടിച്ചിട്ട് ശുക്ർ ചെയ്യുന്നോ ഇല്ലെന്ന് ഫലവുല തഷ്കുറൂന്ന്. കുടിച്ചോളുക, ശുക്ർ ചെയ്യാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം. അപ്പം അന്ന് നമ്മുടെ കൺമുമ്പിലുണ്ട്, പക്ഷെ കാണാനുള്ള കണ്ണില്ല. ഞാൻ എന്താക്കാനും അല്ല ഹിക്കമി പറഞ്ഞത്. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ അഅൻതും അൻശഅ്തും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. നിങ്ങൾ കത്തിക്കുന്ന തീ
തീ കത്തണമെങ്കിൽ ഇന്ധനം വേണോ? ഇന്ധനം ഇല്ലാണ്ട് കത്തോ? എന്നാലും ചോദിക്കും ഗ്യാസ് എന്നല്ലേ ഇന്ധനോ? ഇന്ധനം ഇല്ലാണ്ട് കത്തിച്ചെന്നിട്ട് കത്തപ്പെടുന്നൊരു സാധനമുണ്ട്. അത് ഒരു കാലത്ത് വിറകാകാം, അല്ലെങ്കിൽ പുളുക്കിയാകാം, ചെപ്പിളിയാകാം, ഗ്യാസും ആവാം, എണ്ണയാവാം, എന്തും ആവാം. അതിൻ്റെ ആളാരാന്ന് വെച്ചു. നിങ്ങെന്താക്കുന്നത് തൂറൂന എന്ന് പറഞ്ഞാൽ 2 കല്ല് കൂട്ടി എഴുതിയിട്ട് ഇതാ തൂറൂന. അപ്പം നിങ്ങൾ കുറേ കൂട്ടുകൂടുവാക്കാന്നല്ലാണ്ട് ഇവിടെ കത്താൻ സാധനം ഉണ്ടാ? സിലിണ്ടറിൽ ഗ്യാസ് ഇല്ലാതെ കണ്ട് അടുപ്പിലേക്ക് വരുമപ്പാ നിങ്ങൾ അവിടെ പോയിട്ട് ടിക്കി ഇതാ തൂറൂന എന്ന് പറഞ്ഞത്. തീജ്വാല പുറപ്പെടുവിക്കാൻ വേണ്ടി എടുക്കുന്ന പണിക്കാണ് ഔറ യുരി എന്ന് പറയില്ലേ. അത് കത്താനുള്ള ഇന്ധനം ആരുണ്ടാക്കി തന്നു എന്നാ ചോദ്യം. അപ്പം നിങ്ങൾക്കൊരു പണിയുണ്ട് ഈ സ്വിച്ചുടിയിൽ മാത്രം. സ്വിച്ചുടിയിൽ ഇല്ല എന്നല്ല പറയുന്നില്ല. അഅൻതും അൻശഅതും ശജറതഹ അം നഹ്നുൽ മുൻശിഊൻ نحن جعلناها تذكرة ومتاعا للمقوين فسبح باسم ربك العظيم. أروح شليك وتسبيه سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. ഇതെല്ലാം പറഞ്ഞിട്ടല്ലോ ചെല്ലടാ തസ്ബീഹ്. മലയാളം തോന്നുന്നു. സ്പീഡ് കൂട്ടുന്നതായിട്ട് അത് തപ്പിത്തടയുന്നു. لا يمسه إلا المطهرون تنزيل من رب العالمين. أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب അത് കടുപ്പം കുറഞ്ഞ അച്ഛനല്ലേ. ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. فأما إن كان من المقربين فروح وريحان وجنة نعيم. فأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين. فأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم. إن هذا لهو حق اليقين. فسبح باسم ربك العظيم. سبحان ربي العليم. بسم الله മുത്തഹറൂൻ എവിടെയുള്ള പറ്റി? അപ്പം ലൗഹൽ മഹ്ഫൂദ് തൊടല് മലായിക്കത്തെ തൊടൂ. ലൗഹൽ മഹ്ഫൂദിൻ്റെ കോപ്പിയാകും ഇത്. അപ്പോൾ ഇവിടെ ഒന്നിലാണ് തൊടാൻ പാടില്ല. സലാഫ് അലി മുസ്ലിയാർ സലാഹ് എന്ന് പറയുന്ന പത്ര കള്ളാസാണ് ഖുർആനില്ല.
അത്ര കള്ളത്തിൽ ആയത്തൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനാന്ന് പുളിച്ച ചീത്തയും ഇവനുൽ കൽബേരെ വിളിച്ചു. ആരെ വിളിക്കുന്നു? നാടന്മാരല്ല, നാടന്മാർ പാവങ്ങളാണ്. നമുക്കൊന്നും അവരെ കുറ്റപ്പെടുത്തിക്കൂടെന്ന് ഞാൻ പറയും. 3 ആയത്തിൽ കുറഞ്ഞത് ഖുർആനല്ല എന്ന് വന്നിട്ടുണ്ട്. എന്താണ് ഖുർആനല്ല എന്നല്ല വന്നത്? അപ്പം ജമ്മുൽ ജാമ ആദ്യം മൊയിലാറങ്ങിയാണ്. അല്ലെങ്കിൽ അത് പറയാൻ കഴിയില്ലല്ലോ. വെല്ലുവിളി 3 ആയത്തിൽ കുറഞ്ഞത് കൊണ്ടുണ്ടോ ഇല്ലയോ എന്നാണ് ജമ്മിൽ പറഞ്ഞിരിക്കുന്നത്. എന്നല്ലാണ്ട് ഖുർആനാണോ അല്ലയോ എന്നല്ല ചർച്ച. ഒരു സൂറത്ത് കൊണ്ടുവരി സൂറത്തിൻ മിൻ മിസ്ലിഹി, സൂറത്തിന് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സൂറത്ത് എന്ന് അർത്ഥം കൊടുത്താൽ ഇന്ന ആയത്തിനേക്കാൾ കൗസൽ 3 ആയത്താണ് മിനിമം ഉള്ളത്. അപ്പോൾ 3 ആയത്ത് കൊണ്ടാണ് വെല്ലുവിളി വന്നത്. 3 ആയത്തിൽ കുറഞ്ഞത് ഖുർആനല്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇമാമിങ്ങൾ വലവ് ബഹള കലിമത്തിൻ, ഖുർആന്റെ കലിമത്തിൽപ്പെട്ട ഒരു ബഹളായാലും ഒന്നിലാണ് തൊട്ടുകൂടാന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കലിമത്ത് എന്താണ്? ഖുൽഹുവല്ലാഹുവിന്റെ കൂവാണെങ്കിൽ ഒന്നിലാണ് തൊടാൻ പറ്റൂല. ഖുൽ എന്നുള്ളതൊരു കലിമത്താണ്. അതിന് 2 മഅനേതാവുന്ന കാഫൊന്നിലാമോ. അപ്പൊ സാഹചര്യം അത് ഖുർആനിൽപ്പെട്ടതാണെന്ന് കണ്ടാൽ ഒന്നിലാണ് തൊടാൻ പറ്റൂല. പത്രത്തിൽ നീട്ടി വെച്ചും കൊടുക്കുക തന്നെ. കൊല്ലം നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഭാഗത്ത്, യായ്യത്തുൽ നഫ്സുൽ മുത്മഇന്നത്തി ഈ ഭാഗത്ത്. ഇനി ഫർളം ഭർത്താക്കത്തീര 3 ആയത്തിൽ കുറഞ്ഞ ഖുർആനല്ല എന്ന് വാദമുഖത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും കൊടുത്തതിൽ 6 ആയത്തുണ്ട്. അപ്പം 2 വട്ടം ഖുർആനായിട്ടുണ്ട് ഈ മുസ്ലിം വാദപ്രകാരം. യായ്യത്തുൽ നഫ്സ് കൂട്ടിയത് എത്ര ആയത്തുണ്ട്? 3ൽ കുറഞ്ഞത് യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. 4 ആയി അല്ലേ? അന്ന കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്തും കൂട്ടും. ഉടനെ ഉണ്ട് ഇവനെ പിടിച്ചു കെട്ടുക. ഇവനെ കെട്ടാൻ ആളില്ലയോ? ഖുർആന്റെ വില കുറച്ച് കളഞ്ഞു. അതായത് ലോകത്ത് നടക്കുന്ന എല്ലാ ഗുലുമാലും അല്ല തന്നെ പറയുന്നത് ഇതാ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വമ്പിച്ചൊരു സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ. ഈ മക്നൂനായ കിതാബ് ഏതാണ്? ലൗഹുൽ മഹ്ഫൂസ്. ഇതിൻ്റെ അതേ കോപ്പി ഇതേ തർത്തീബിൽ തന്നെ ലൗഹുൽ മഹ്ഫൂസിലുണ്ട്. ഇറങ്ങിയതിൻ്റെ തർത്തീബ് വേറെ, അത് ഓതാൻ പാടില്ല. ആദ്യ ഏതായത്തിറങ്ങി പിന്നെ ഏതായത്തിറങ്ങി 23 കൊല്ലം കൊണ്ട് തീർത്തത് ആ കൂട്ടത്തിൽ ഊന്നിക്കൂടാ. ഇഖ്റ ബിസ്മില്ലാ ആദ്യം ഇറങ്ങി. കുറച്ച് നോക്കുമ്പോൾ യാ അയ്യുഹൽ മുദ്ദസ്സിലാണ്, കുറച്ചൊക്കെ മറന്നാണ് കാണുക. അതിൻ്റെ തർത്തീബ് തന്നെ കൊടുത്തിട്ട് മുസാഫ് തന്നെ ഉണ്ട്. തർത്തീബനുസരിച്ച് പക്ഷെ അങ്ങനെ ഓതിക്കൂടാ. ഇന്ന് ഫാത്തിഹ തുടങ്ങണം, അൽബക്കറ തുടങ്ങണം, നിസാ തുടങ്ങണം, ആലി ഇംറാൻ തുടങ്ങണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആയത്തിലുള്ള തർത്തീബ് മുത്തനബി തന്നെ പഠിപ്പിച്ചു കൊടുത്തു. അതിപ്പോൾ ലൗഹുൽ മഹ്ഫൂസിലുള്ള ഒരു ഖുർആനുണ്ട്, അതിൻ്റെ അതേ കോപ്പിയാണ്, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ മുത്തഹരീങ്ങളായ മലായിക്കത്തെ തൊടു കൈകാര്യം ചെയ്യുന്ന പറയുമ്പോൾ അതിൻ്റെ കോപ്പിക്ക് ഹുക്കുമൊന്നില്ലേ? അങ്ങനെ പത്രത്തിലെത്തുമ്പോൾ ഹുക്കുമോന്നിപ്പോൾ ആദരിക്കപ്പെടേണ്ട സാധനം ആദരിക്കാൻ ഞാൻ അള്ളാഹ് കീഴാക്കണ വലിയ അരിശൊന്നുമില്ല. യൂസുഫിൻ്റെ തുടക്കത്തിൽ എന്താണ്? ബിസത്തുബത്ത് ജബറൂത്ത് കഹിരിക്ക അല്ലേ, വബിസുറുഅത്തി ഇഗാസത്തി നസ്രിക വബിഗൈറതിക ലിൻതിഹാകി ഹുറുമാതിക എന്ന് ചേർത്ത ഭാഷ അർത്ഥം വെച്ച് നോക്കിയിട്ടുണ്ട്. വബിഗൈറതിക ലിൻതിഹാകി ഹുറുമാതിക. അപ്പം ബഹുമാനിക്കപ്പെട്ട സാധനം പിന്നെ ഇല്ലേടി. ഖുർആനെ ബഹുമാനിക്കില്ലേ പിന്നെ എന്തിനു ബഹുമാനിക്കില്ലേ? രാമായണ എന്തൊക്കെയോ നടക്കുന്നു ഇവിടെ. തുടങ്ങിയിട്ടില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ലഹു മുൽകുസ് സമാവാതി വൽ അർദ് യുഹ്യീ വയുമീത്
وهو على كل شيء قدير هو الأول والآخر والظاهر والباطن وهو بكل شيء عليم هو الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير له ملك السماوات والأرض وإلى الله ترجع الأمور يولج الليل في النهار ويولج النهار في الليل وهو عليم بذات الصدور. കുറേശ്ശെ ഒപ്പിക്കാം, എല്ലാവർക്കും എത്തുന്നില്ലല്ലോ. آمنوا بالله ورسوله وأنفقوا مما جعلكم مستخلفين فيه. ഒന്നുകൂടെ മടക്കുമല്ലേ, ആർക്കും മുറിഞ്ഞില്ലേ? آمنوا بالله ورسوله وأنفقوا مما جعلكم مستخلفين فيه فالذين آمنوا منكم وأنفقوا لهم أجر كبير. وما لكم لا تؤمنون بالله والرسول يدعوكم لتؤمنوا بربكم وقد أخذ ميثاقكم إن كنتم مؤمنين. കൊല്ലത്ത് പോയില്ലേ? നിങ്ങൾ ഓരോ ഹറൂഫിൽ ഓരോ കലിമാതിലും ജുസിയത്തിൽ തപ്പിത്തടഞ്ഞാൽ ഇപ്പം ഒത്തിരി وقد أخذ ميثاقكم إن كنتم مؤمنين. ഒരാൾ ഒറ്റയിടാത്തത് هو الذي ينزل على عبده آيات മുഫസലായ ഒന്നുമില്ലേ? هو الذي ينزل على عبده آيات بينات ليخرجكم من الظلمات إلى النور وإن الله بكم لرؤوف رحيم. وما لكم ألا تنفقوا في سبيل الله ولله ميراث السماوات والأرض لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا وكلا وعد الله الحسنى والله بما تعملون خبير. من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم. റാക്ക് കൽക്കലത്തുണ്ടാവില്ല. കാറ് കൽക്കലത്തിൻ്റെ അക്ഷരമല്ലല്ലോ. من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم.
يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشرى അവിടെ വെച്ചാൽ എന്തെങ്കിലും ലീവ് കിട്ടുമ്പോൾ നാട്ടിൽ പോയിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടത്തും എവിടെയെങ്കിലും കുടുങ്ങും. يوم ترى المؤمنين والمؤمنات يسعى نورهم ഇല്ലാത്ത സ്ഥലത്തെല്ലാം കൽക്കലത്ത് കൊടുക്കില്ല. ഇതെല്ലാം ഓത് നന്നായി എന്ന് പറഞ്ഞാൽ എന്താണ് പച്ചക്കളവായി ഇപ്പം ഖുർആനാവും. പിന്നെ മോശമായി എന്ന് പറഞ്ഞാൽ എല്ലാം നിരാശപ്പെടുത്തൽ പോകും. അപ്പം നന്നായി എന്നാ മോശമായി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കോടതിയിൽ പോയി ചൊല്ലി എന്നെ ഭാര്യനെത്തല്ലെല്ലാം നിർത്തിച്ചോ. നിർത്തി എന്ന് പറഞ്ഞാൽ എത്ര കാലം തച്ചിരുന്നോ എന്ന് വിധി ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം തല്ല് തുടർന്ന് പോകുന്നു എന്നായി. ആരാധി കുളിമാല ഇപ്പം പെട്ടത് കൽക്കലത്തിൻ്റെ അക്ഷരത്തിലായെന്ന് 28 അക്ഷരത്തിൽ എത്ര ശതമാനമുണ്ട് വന്നത്? സീനൊക്കെ സോഫ്റ്റ് അക്ഷരം. അങ്ങനെ ലിഹവുണ്ട്, എന്നുള്ള ഹംസ്. അപ്പം യെസ് എന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم അത് ഒന്നിക്ക് ഇഫ്രാത്തല്ലേ തഫ്രീത്ത്. നേരം കണ്ടു പറയണോ ഓതിയ സുഖ്യാൻ ഓതിയ يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب. ബാബിനോട് വെച്ചാൽ വഖഫ് فضرب بينهم بسور له باب. സുഖം പറഞ്ഞ ഇത് അത്രണ്ണം പാട്ട് പറയണം, ബസീറത്തോടെ പറയണം. നിഷ്കണ്ണം എന്ന് പറയണ്ടല്ല. അയാൾ തീരുമാനിക്കുക ആരെ പറഞ്ഞോളൂ. മാഷ എന്തുകൊണ്ട് ഹസനായി? വളരെ വളരെ ബെഷ് എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ പറയേ. ആ ബാബിന്റെ സിഫത്താണ് ബാത്തിനുഹു ഫീഹി റഹ്മത്തു വദാഹിറുഹു മിൻ ഖബലിഹിൽ അദാബ്. അപ്പാടത്തേക്ക് ചേർത്ത് നോക്കി എന്താവും? ഹസനും താലൂക്ക് ഉണ്ടെങ്കിലേ ഹുദൂദ് അത് ഓടിയിട്ടില്ലേ? ينادونهم ألم نكن معكم قالوا بلى ولكنكم فتنتم أنفسكم وارتبتم قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وارتبتم وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور. പത്തെണ്ണം വന്നോടെ. ഒന്ന് പത്തെണ്ണത്തും അംഫസക്കും, 2 തറബസ്തും, 3 വർത്തബത്തും, 4 ഗർറത്തുക്കുമുൽ അമാനിയു, 5 ഗർറക്കും ബില്ലാഹിൽ ഗറൂർ. فاليوم لا يؤخذ منكم فدية ولا من الذين كفروا مأواكم النار هي مولاكم وبئس المصير.
آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. അതെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലൊക്കെയാ ഈ വമാ നസല മിനൽ ഹഖ് എന്നതിൽ അത്ഫാന്ന് അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അല്ലേ? അപ്പം എന്താ അങ്ങോട്ട് പിരിഞ്ഞു. അതിനാദ്യം തന്നെ സ്പീഡ് കൂടിയോ ഇല്ലയോ, പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പ് ഇല്ലെങ്കിൽ ആദ്യം ഇവിടെ തന്നെ എണ്ണ അടിക്കണം. വയനാട്ടിലേക്കാണ് പോകുന്നത്, പമ്പ് കിട്ടാൻ നോക്കുക, പിന്നെന്താ എണ്ണ ആദ്യം അടിക്കണം. അപ്പോൾ ആയത്തിൻ്റെ വലിപ്പം നോക്കിയിട്ട് നമുക്ക് എവിടെയൊന്ന് ശ്വാസം കിട്ടുകയില്ല നോക്കണം. ശരിക്കും പറഞ്ഞാൽ ഒമാൻ അസ്ലമിനൊക്കെ തുടങ്ങിയിട്ട് വലായൊക്കെ ഓതുകൊണ്ട് കാര്യമില്ല, അങ്ങനെ പറയാന്നേ ഉള്ളൂ. അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അപ്പം മനുഷ്യന്മാരുടെ കൽബ് ഖാശിയായി കീഴൊതുങ്ങി പേടിക്കുന്നതാവണം എന്നതിന് അള്ളാഹിനെ ദിക്റിന് വേണ്ടിയിട്ടും ഹക്കിനാൽ അള്ളാഹു തആല ഇറക്കിയ ഒന്നിനാൽ. അതെന്താ ഖുർആൻ? ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. അപ്പം മുട്ടിയിട്ട് ഒരാൾ മനാസലമിനൽ ഹക്കിൻ്റെ അടച്ച എന്തായിരിക്കും വഖഫ് ഉണ്ടാകല്? മാസം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അന്നങ്ങനെ പറയും. അതായത് മുഅ്മിനീങ്ങൾ ഒന്നാവണം, ഒന്നാവാൻ പാടില്ല. ഒന്ന് എന്താവണം? അള്ളാഹിൻ്റെ ദിക്റിന് വേണ്ടിയിട്ടും ഹക്കിനാൽ ഇറക്കിയ ഖുർആന് വേണ്ടിയിട്ടും അവരുടെ കൽബ് ഖാശി ആവണം. ഇത് പോസിറ്റീവാണ്. ഊത്തുൽ കിതാബിനെ പോലെ ആവരുത്, വലാ യകൂനു. അവ രണ്ട് ഹുക്കുമായി. അപ്പോൾ കാത്തിയാൻ ഉണ്ടായി. ഇനി ഇഅ്ലമൂ أن الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون. കുറച്ചും കൂടെ അത് നന്ന കുറഞ്ഞു ഇല്ലേ? إن المصدقين والمصدقات وأقرضوا الله قرضا حسنا يضاعف لهم ولهم أجر كريم. കള്ളൻ ഹസനയുടെ ഒക്കെ വരുമോ? സഫിയാനെ നീ എന്താ അവിടെ പറ്റാത്തത്? അറിയുന്ന ആളാരെങ്കിലും പറയും. അങ്ങനെ ഹസനായില്ലേ? എന്ത് പറഞ്ഞിട്ടൊന്നും അവിടെ ജുംലേൻ്റെ പൂർത്തിയായിട്ടില്ല. ജുംല പൂർത്തിയായതിന് ശേഷമല്ലേ അതിൻ്റെ അപ്പുറം ഹസനാണോ മറ്റും നോക്കലോ? പ്രസവിച്ചതിന് ശേഷം കുഞ്ഞാണോ പെണ്ണോ നോക്കലേ? നിങ്ങൾ പറയുന്നത് വഖഫിൻ്റെ ഹസനാണോ പറയുന്നതല്ല, കർലൻ ഹസൻ എന്ന് പറഞ്ഞ ഹസനാണോ പറയുന്നത്? ഇന്നാൻ്റെ ഖബർ വന്നിട്ടില്ല. ജുംല പൂർത്തിയായാലേ വഖഫ് എന്ന് ഇഖ്തിയാറായ വഖഫ് പറയുന്നേ ഉള്ളൂ. ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാതി വഅഖ്റമുല്ലാഹ ഖർളൻ ഹസനാ എന്ന് പറയും. ഇന്നൻ്റെ ഖബർ ഏതാണ്? യുളാഅഫു ലഹും വലഹും അജ്റുൻ കരീം. എന്നാലേ ജുംല തന്നെ പൂർത്തിയായിട്ടുള്ളൂ. വഹിയ ലിമാ തമ്മ, എവിടെയാണോ ജുംല പൂർത്തിയാകുന്നത് അവിടെയായിരിക്കും ഇത് ഇഖ്തിയാറിയായ വഖഫ് ഉണ്ടാവില്ല. അതിൻ്റെ അപ്പുറമാണ് ഫൈലം തൂജദീ തഅല്ലുഖുൻ ഔ കാന മഅനം ഫംതദീ എന്ന് പറഞ്ഞാൽ ചർച്ച വരുന്നുള്ളൂ.
إن المصدقين والمصدقات وأقرضوا الله قرضا حسنا يضاعف لهم ولهم أجر كريم. والذين آمنوا بالله ورسله أولئك هم الصديقون والشهداء عند ربهم لهم أجرهم ونورهم. والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. يعلمون أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. سابقوا إلى مغفرة من ربكم وجنة أرضها كأرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. والله لا يحب كل مختال فخور. الذين يبخلون ويأمرون الناس بالبخل ومن يتول فإن الله هو الغني الحميد. بالبخل എന്ന് പറഞ്ഞാൽ അവിടെയും ഹാലെന്തായി കൽക്കലത്തും ഹാ ഇങ്ങനെ തൊണ്ടക്കടിങ്ങനെ കടന്നു പോവുകയേ കൊണ്ടു. പിന്നെ തൊണ്ടക്കന്നം കണ്ടെങ്കിൽ മുള്ളലുണ്ടെങ്കിൽ പുറത്തു പോകും. എന്തുകൊണ്ട്? ഹംസുള്ളത് കൊണ്ട്. ജഹദാണെങ്കിൽ തൊണ്ടക്കട കുടുങ്ങി കിടക്കും. ഇനി ഒന്ന് സുബിയാനോത് സമയങ്ങളല്ല ഇലക്കുന്ന ദർശനം. وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز. أرسلنا نوحا وإبراهيم وجعلنا في ولقد أرسلنا نوحا وإبراهيم وجعلنا في ذريتهما النبوة والكتاب. അവിടെ റഹ്മാൻ എന്തിനാ നീട്ടുന്നത്?
ولقد أرسلنا نوحا وإبراهيم وجعلنا في ذريتهما النبوة والكتاب. ولقد أرسلنا نوحا وإبراهيم وجعلنا في ذريتهما النبوة والكتاب ومنهم محتد وكثير منهم فاسقون. ثم قفينا على آثارهم برسلنا وكفينا بعيسى ابن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورهبانية ابتدعوها ثم قفينا على آثارهم برسلنا وقفينا بعيسى ابن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورهبانية ابتدعوها ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون. يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفرين ورحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. لئلا يعلم أهل الكتاب ألا يقدرون على شيء من فضل الله وأن فضله وأن الفضل بيد الله يؤتيه من يشاء والله ذو الفضل العظيم. آمنت بالله صدق الله العلي العليم. മൂന്ന് ജുസാക്കിയുള്ളത് റമദാനിൽ തീരേണ്ടതാണ്. ഞാൻ പിന്നെ അങ്ങനെ പോയിട്ട് ഇവിടെ നല്ല അറുമൽ കിട്ടണം. വെറുപ്പതിലില്ലാതെ വെച്ച് തുടങ്ങാനും കുറച്ച്